ശശി തരൂർ ഒരു തലവേദനയാണോ എന്നുള്ള ചോദ്യം തന്നെ വരുന്നത് അദ്ദേഹം നടത്തിയത് ഒരു കൺഫെഷനായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹം നേരത്തെ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഐ വാസ് റോങ് എന്ന് സമ്മതിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം സത്യസന്ധതയെങ്കിലും വേണം. ആ രാഷ്ട്രീയ സത്യസന്ധത അല്ലെങ്കിൽ വ്യക്തി എന്ന നിലയിലുള്ള സത്യസന്ധത ശശി തരൂർ കാട്ടുന്നു എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞതിൽ തെറ്റില്ല എന്ന് തന്നെയാണ്. കാരണം റഷ്യയ്ക്കും യുക്രൈനും പ്രധാനമന്ത്രി സ്വീകാര്യനാണ് എന്ന് ശശി തരൂർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് ലോകം മുഴുവൻ സമ്മതിച്ച കാര്യമാണ്. ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളും സമ്മതിച്ച കാര്യമാണ്. കോൺഗ്രസിലെ കുറച്ച് നേതാക്കൾക്ക് പിന്നെ മോദി വിരുദ്ധത മാത്രം എപ്പോഴും മനസ്സിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കാം നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ മറ്റ് ലോകരാജ്യങ്ങളോടുള്ള സമീപനത്തെയും ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാതെ ഉള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് അത് അന്ന് പാർലമെന്റ് ഡിബേറ്റിൽ കോൺഗ്രസിന്റെ MP എന്ന നിലയിൽ സംസാരിച്ചത് തെറ്റിപ്പോയി എന്നാണ് ശശി തരൂർ പറയുന്നത്. അല്ലാതെ റൈസിന ഡയലോഗ് പോലെ മറ്റൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്നല്ല പറയുന്നത്. അതിൽ രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ റെഡ് ഫേസ്ഡ് ആകേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. ഹൈക്കമാൻഡ് കഴിഞ്ഞ ഫെബ്രുവരി 15-ാം തീയതിയാണ്, ആ ഡേറ്റ് ഞാൻ എടുത്ത് നോക്കുകയായിരുന്നു, ഫെബ്രുവരി 15-ാം തീയതിയാണ് പ്രധാനമന്ത്രിയെ അവസാനം ശശി തരൂർ പുകഴ്ത്തിയത്. അതിനുശേഷമാണ് ഹൈക്കമാൻഡ് യോഗം വിളിക്കുകയും ടീം കേരള ഫോം ചെയ്യുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ഒരു മാസമായിട്ടേ ഉള്ളൂ. ഒരു മാസത്തിനുള്ളിൽ തന്നെ അടുത്തതും ശശി തരൂർ അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം ഇതിനെ നോക്കിക്കാണാൻ. ഇവിടെ ലോക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന്, അത് റഷ്യ യുക്രൈൻ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾക്കിടയിലെ കോൺഫ്ലിക്റ്റ് മാത്രമല്ല, ലോക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമായി, അതായത് അത്രയും തലപ്പൊക്കമുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യം എന്ന് മാറി എന്ന് ശശി തരൂർ പറയുമ്പോൾ അതിന് കൈയടിക്കട എന്നല്ലേ നമ്മൾ പറയേണ്ടത്. അല്ലാതെ ശശി തരൂരിനെ അതിൽ ഇകഴ്ത്തുകയും ശശി തരൂർ അങ്ങനെയാണെങ്കിൽ BJP-യിലേക്ക് പോകട്ടെ എന്ന് പറയുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം BJP-യിലേക്ക് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ശശി തരൂർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നു. അന്നത്തെ അഭിമുഖം വിവാദമായതിനു ശേഷം അദ്ദേഹം എടുത്തത് താൻ കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നു എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ്. ഇവിടെ റൈസിന ഡയലോഗിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അവിടെ രണ്ടിടത്തും സ്വീകാര്യനാണ് മോദി എന്ന് പറയുന്നതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ 2022 ഫെബ്രുവരിയിലാണ് പാർലമെന്റിലെ ഡിബേറ്റിൽ തനിക്ക് തെറ്റുപറ്റിയത്. അപ്പോൾ മൂന്നാമത്തെ വർഷമാണ്, 2025 മാർച്ചിലാണ് അദ്ദേഹം തിരുത്തുന്നത് എന്നതുകൂടി നമ്മൾ നോക്കിക്കാണണം. ഈ 3 വർഷത്തിനിടയിൽ എന്തൊക്കെ കോൺഗ്രസിനും തരൂരിനും ഇടയിൽ സംഭവിച്ചു. 2024 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. കഷ്ടിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹം കടന്നുകൂടുകയായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന ശക്തനായ എതിരാളിയുണ്ട്. അടുത്ത അതിപ്പോൾ വൺ നേഷൻ വൺ ഇലക്ഷൻ ആണെങ്കിലും അല്ലാതെ 2029 പൊതു തെരഞ്ഞെടുപ്പായാലും അവിടെ ശശി തരൂരിന് എത്രത്തോളം തിരുവനന്തപുരത്ത് സ്വീകാര്യത ഉണ്ടാകും എന്ന കാര്യത്തിൽ ഈ പാർട്ടിയിൽ തന്നെ നിന്നാൽ, കോൺഗ്രസിൽ തന്നെ നിന്നാൽ ഉണ്ടാകും എന്നതിൽ അദ്ദേഹത്തിന് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ പ്രശംസിച്ചത് കൂടി ഇതിനിടയിൽ നമ്മൾ ചേർത്ത് വായിക്കണം. അതിനെയും തരൂര് എൻഡോഴ്സ് ചെയ്തിരുന്നു. ലാസ്റ്റ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് അതായിരുന്നു. മോദിയോട് വിലപേശൽ എളുപ്പമല്ല, അക്കാര്യത്തിൽ അദ്ദേഹം എന്നെക്കാളും കടുപ്പക്കാരനാണ്, മെച്ചപ്പെട്ടയാളാണ് എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോഴാണ് ഫെബ്രുവരി 15-ന് തരൂരിൻ്റെ സ്റ്റേറ്റ്മെന്റ് വന്നത്. ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ല എന്നായിരിക്കാം നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ആണ് ട്രംപ് നടത്തിയ ആ പരാമർശത്തിന് ശേഷം തരൂർ എൻഡോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നടത്തിയതിനേക്കാളും വളരെ കൃത്യമായ ഒരു എൻഡോഴ്സ്മെന്റ് ആണ്. അതിൽ ഇങ്ങനെ ഒരു ഊഹിച്ച് ഇതായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നത് ഒരു BJP-കാരനല്ല, അമിത് മാളവി അല്ല പറയുന്നത്, അല്ല എങ്കിൽ സുരേഷ് ഗോപി MP അല്ല പറയുന്നത്, ശശി തരൂർ MP ആണ്. അപ്പോൾ അത് കേരളത്തിലെ കോൺഗ്രസിനും ദേശീയ നേതൃത്വത്തിനും എത്രത്തോളം തിരിച്ചടിയായിരുന്ന ഒരു പ്രസ്താവനയാണ് അന്ന് നടത്തിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും അന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ അഭിമുഖം പുറത്തേക്ക് വരുന്നത്. പക്ഷേ ആ അഭിമുഖം അതിന് മുൻപേ റെക്കോർഡ് ചെയ്തതാണ് എന്ന് അദ്ദേഹം പിന്നീട് ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു. ഇവിടെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി, അതായത് ഏറ്റവും ഉയർന്ന ബോഡിയിൽ അംഗമായിരുന്നു കൊണ്ട് ശശി തരൂർ ഇത് പറയുമ്പോൾ അത് കേവലം ഒരു നയതന്ത്ര അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിദേശ നയത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പൗരന്റെ മാത്രം അഭിപ്രായമായി, ഭാരതീയനായി പറഞ്ഞു എന്നാണ് ശശി തരൂർ പറയുന്നത്. പക്ഷേ ഭാരതീയൻ എന്നതിനപ്പുറം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ, കേരളത്തിൽ നിന്നുള്ള MP ആയ, അതായത് BJP-യെ തുറന്നെതിർക്കുന്ന, ദേശീയ തലത്തിലും കേരളത്തിലും തുറന്നെതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ MP-യും പ്രവർത്തക സമിതി അംഗവുമായിരുന്നുകൊണ്ട് ശശി തരൂർ അത് പറയുമ്പോൾ അത് പാർട്ടിക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. ആ ഒരു വെയിറ്റേജ് അദ്ദേഹം പറയുന്ന അഭിപ്രായത്തിനുണ്ട്. ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നതിനപ്പുറം അതവിടെ നിൽക്കുകയാണ് എന്നതാണ് ഇക്കാര്യത്തിൽ എൻ്റെ വെളിപ്പെടുത്തൽ, എൻ്റെ നിലപാട്. ഇതിൽ ഇന്ത്യയുടെ പൊസിഷൻ, ആ ഇന്ത്യയുടെ പൊസിഷനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഏറ്റവും വലിയ എക്കോണമിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ അമേരിക്കയെക്കാളും മികച്ച പങ്ക് വഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നത്, അതിനെയാണ് കോൺഗ്രസ് എതിർക്കേണ്ടത്. അത് കോൺഗ്രസിന് പറയാൻ കഴിയില്ല. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനും അക്കാര്യത്തിൽ രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കുക സാധ്യമല്ല. കാരണം കോൺഗ്രസ് അന്നത്തെ പാർലമെന്ററി ഡിബേറ്റിന്റെ സമയത്തായാലും കോൺഗ്രസ് എടുത്ത, രാഹുൽ ഗാന്ധി എടുത്ത നിലപാടെന്ന് പറയുന്നത് അതാണ്. ഇവിടെ തരൂരിനെ നമ്മളൊന്ന് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ തരൂരിന്റെ ഒരു ബുദ്ധി ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. തരൂര് കൃത്യമായി ഒരു MP എന്നതിനപ്പുറം
ഈ വിദേശ നയങ്ങളിൽ വിദേശകാര്യത്തിൽ തനിക്കുള്ള അവഗാഹം അത് എത്രത്തോളമാണെന്ന് ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പുകഴ്ത്തലുകളുടെയൊക്കെ ട്രംപ് പറഞ്ഞതിനുള്ള അതിനുശേഷമുള്ള എൻഡോഴ്സ്മെന്റ്, ഇപ്പോഴത്തെ ഈ സ്റ്റേറ്റ്മെന്റ്, അതൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രദ്ധയിലേക്ക് തന്നെ കൃത്യമായി കൊണ്ടുവയ്ക്കുക കൂടിയാണ് തരൂർ ഇതിനകം ചെയ്തിരിക്കുന്നത്. അതായത് തനിക്ക് മറ്റു വഴികളുണ്ട്, ഓപ്ഷൻസ് എന്ന് അദ്ദേഹം പറയുന്നത് പുസ്തകം എഴുതാനോ പ്രസംഗിക്കാനോ പോകാനുള്ളതല്ല എന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് സുജയ, നമ്മൾ തെറ്റിദ്ധരിപ്പിക്കില്ലേ? ശശി തരൂർ എന്താ അതിനുശേഷം പറഞ്ഞിരിക്കുന്നത്? അത് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. പിന്നീട് പൊളിറ്റിക്കൽ ഓപ്ഷൻസ് അല്ല താൻ ഉദ്ദേശിച്ചത്. അല്ല, ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം പറഞ്ഞ ഓപ്ഷനെ കുറിച്ച് അദ്ദേഹം നടത്തിയ വിശദീകരണം എന്താണ്? എനിക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് പുസ്തകം എഴുതാനും യാത്രകൾ ചെയ്യാനും മറ്റ് ഇതുപോലെ റേസിന ഡയലോഗ് പോലെയുള്ള വേദികളിൽ പങ്കെടുക്കാനുമാണ് എന്ന് അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിന് മുന്നിലുള്ള റിയൽ ഓപ്ഷൻസ് അത് മാത്രമല്ല എന്നത് കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം പോകുന്നത്. അത് ആർക്കും നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം കോൺഗ്രസിനുള്ളിൽ ശശി തരൂർ ഇപ്പോൾ പ്രവർത്തക സമിതി അംഗമെന്നൊക്കെ നമ്മൾ പേരിന് പറയുമ്പോഴും അതൊരു ഓർണമെന്റൽ പൊസിഷനാണ്. യഥാർത്ഥത്തിൽ ശശി തരൂരിന് കേരളത്തിലെ കോൺഗ്രസിലുള്ളത് ഒരു ലോ പ്രൊഫൈലാണ്. അത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഒരു എം പി ആയി മത്സരിപ്പിക്കുന്നു, അതായത് പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നു, അദ്ദേഹം എം പി ആകുന്നു എന്നതിനപ്പുറം ഡിസിഷൻ മേക്കിംഗ് ഫോറംസിൽ എവിടെയാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ശശി തരൂർ ഉള്ളത്? ഒരു ലോ പ്രൊഫൈലാണ്. അങ്ങനെ ഒരു ലോ പ്രൊഫൈലായി ലോ കീയായി ഇരിക്കേണ്ട ആളല്ല ഞാൻ. എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, എൻ്റെ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ലോകം മുഴുവൻ കാണത്തക്ക രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ തനിക്ക് കേപ്പബിലിറ്റി ഉണ്ട് എന്ന് ശശി തരൂർ കൃത്യമായി റൈസീന ഡയലോഗിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നൗ ഓർ നെവർ ടൈമാണ്. അതായത് ഇപ്പോൾ ചെയ്യണം, അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നീട് ഇത് നേടിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ടഫാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ താക്കീതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന, അത് 2022 ഒരു പ്രസ്താവന ഒരു പരിപാടിയിൽ പോയി തിരുത്തേണ്ട ആവശ്യം എന്താണ് ശശി തരൂരിന്? അദ്ദേഹത്തിന് അല്ലാതെയും ചെയ്യാമായിരുന്നു. മാത്രമല്ല, ഈ ശശി തരൂർ എന്ന സ്റ്റേറ്റ്സ്മാൻ പൊളിറ്റീഷ്യൻ, അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നതിലെ ഒരു കൺസിസ്റ്റൻസി അത് നേരത്തെ മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ല. 2019 ശേഷം 20-ലോ 21-ലോ നമ്മൾ കാണുന്നില്ല. 22-ൽ പാർലമെന്റിലെ ഈ ഡിബേറ്റ് വരെ നമ്മൾ കാണുന്നില്ല. അതിനുശേഷം ഇൻ 2 years ടൈമാണ് ശശി തരൂർ കൃത്യമായി ഒരു പാറ്റേൺ കൊണ്ടുവരുന്നതും അത് അദ്ദേഹം തുടരുകയുമാണ്. അത് ഒരു മാസത്തിനിടയിൽ ഇത് സംഭവിച്ചത് നമ്മൾ കാണണം. അദ്ദേഹത്തിന് കഴിഞ്ഞ വിവാദമുണ്ടായപ്പോൾ സെൻട്രൽ ലീഡർഷിപ്പിൽ കൃത്യമായ പ്ലേസ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്താ നടന്നത്? എന്തെങ്കിലും ആയോ? ഇവിടെ അദ്ദേഹത്തിന് ഇന്ദിരാഭവനിൽ മുറിയായോ? ഇവിടെ അദ്ദേഹത്തിന് KPCC ഏത് രീതിയിലാണ് അക്കോമഡേറ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തെ കേൾക്കുന്നുണ്ടോ? അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, പിന്നെ കോൺഗ്രസ് ഒരു ആൾക്കൂട്ട പാർട്ടിയാണ്, അവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടേണ്ട തലപ്പൊക്കം തരൂരിനുണ്ട് എന്നത് തരൂർ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ അന്താരാഷ്ട്ര വിഷയത്തിലെ സ്റ്റാൻഡ് എൻഡോഴ്സ് ചെയ്ത തരൂരിനെ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. വളരെ ക്ലെവർ ആൻഡ് കണ്ണിംഗ് ആയി അദ്ദേഹം അത് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ തന്നെ നിലപാടാണ്. പാർട്ടിക്ക് ഇതിനെ എങ്ങനെ എതിർക്കാൻ കഴിയും? നമ്മുടെ രാജ്യത്തെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2026 തെരഞ്ഞെടുപ്പിലേക്ക് ഒറ്റ വർഷം മാത്രമേ ബാക്കിയുള്ളൂ, 12 months. അതിനു മുൻപ് കൃത്യമായി ഞാനും ആ ഒരു ഫ്രണ്ട് റേസിൽ ഉണ്ട് എന്ന് ശശി തരൂർ വീണ്ടും എടുത്ത് തന്നെ ഒന്ന് പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ ഈ കോൺഗ്രസിന് ഈ അസഹിഷ്ണുത കാട്ടി തരൂരിനെ എത്ര കാലം തള്ളിപ്പറയാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ പുറത്താക്കാനൊന്നും എന്തായാലും കോൺഗ്രസ് പാർട്ടി തയ്യാറാകില്ല.